ഉം. നമസ്കാരം. നിങ്ങൾ വന്ന ആചാര്യ അഗ്നിവ്രതിന്റെ സൃഷ്ടി സഞ്ചാലക് എന്ന പുസ്തകത്തിലെ ചില കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ? തീർച്ചയായും. ഇതില് പ്രധാനമായും ദൈവവിശ്വാസം, പിന്നെ നമ്മുടെ ഭൗതികശാസ്ത്ര നിയമങ്ങൾ, പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു വേദപരമായ കാഴ്ചപ്പാടിൽ പറയുന്നുണ്ട്. അതെ അതെ. അതോടൊപ്പം തന്നെ ഇന്നത്തെ ശാസ്ത്രത്തിന്റെ ചില രീതികളെ ചോദ്യം ചെയ്യുന്നുണ്ട്. ശരിയാണ്. ഇതിന്റെ ഒരു പ്രധാന ശ്രമം എന്താണെന്ന് വെച്ചാൽ, ഈ വിശ്വാസവും ശാസ്ത്രവും അത് രണ്ടും രണ്ടായിട്ട് കാണാതെ ഒരുമിച്ച് പോകാൻ പറ്റുമോ എന്നൊരു അന്വേഷണമാണ്. ഓക്കേ. അതായത്, ഈശ്വരൻ ഉണ്ടെങ്കിൽ അതിനൊരു ശാസ്ത്രീയമായ അടിത്തറയുണ്ടോ? പ്രപഞ്ചം ചില നിയമങ്ങളനുസരിച്ചാണ് പോകുന്നത്. ആ നിയമങ്ങൾ ഈശ്വരൻ ഉണ്ടാക്കിയതാണോ എന്നൊക്കെയാണ് ഗ്രന്ഥം നോക്കുന്നത്. അപ്പോ ശാസ്ത്രം സാധാരണ ശ്രദ്ധിക്കാത്ത ചില ചോദ്യങ്ങൾ, എന്തുകൊണ്ട്, ആര്, ആർക്ക് വേണ്ടി, ഇതിനൊക്കെ പ്രാധാന്യം കൊടുക്കണമെന്നും പറയുന്നുണ്ടല്ലേ? അതേലോ, അതാണ് ഇതിലെ ഒരു പ്രധാന വാദം. ശരി. അപ്പൊ നമുക്കിതിലേക്ക് കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകാം. പുസ്തകം തുടങ്ങുന്നത് തന്നെ ഒരു ചോദ്യത്തിൽ നിന്നാണ്. എന്തുകൊണ്ട് ദൈവത്തിന്റെ അസ്തിത്വം വെറുമൊരു വിശ്വാസത്തിന്റെ കാര്യം മാത്രമാകുന്നു? ഇപ്പൊ സൂര്യനും ഭൂമിയുമൊക്കെ ഉണ്ടെന്നറിയാൻ നമ്മുടെ വിശ്വാസം വേണ്ടല്ലോ. ഇല്ല. അതുപോലെ ദൈവമുണ്ടെങ്കിൽ അതും ഒരു വസ്തുതയാവണ്ടേ? അല്ലാതെ എന്റെ വിശ്വാസം, നിങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നതിൽ ഒതുങ്ങരുതെന്നാണ്. ശരിയാണ്. ആ വാദം കൊള്ളാം. കാരണം പല മതങ്ങളും അവരവരുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അതെ. എന്നാൽ ഗ്രന്ഥകാരൻ പറയുന്നത്, യഥാർത്ഥത്തിൽ ഒരു ദൈവമുണ്ടെങ്കിൽ ആ ശക്തിക്ക് ഒരു കൃത്യമായ രൂപം, പിന്നെ ഭൗതികശാസ്ത്ര നിയമങ്ങൾ പോലെ എല്ലാവർക്കും ഒരുപോലെ ബാധകമായ നിയമങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവണം എന്നാണ്. അപ്പോ ഈ നിയമങ്ങൾ നമുക്ക് ശാസ്ത്രീയമായിട്ട് കണ്ടെത്താൻ ശ്രമിക്കണം എന്നും പറയുന്നുണ്ടോ? അങ്ങനെയൊരു സൂചനയുണ്ട്. എല്ലാവർക്കും ബാധകമായ നിയമങ്ങളാണെങ്കിൽ അത് കണ്ടെത്താൻ കഴിയണം. പ്രപഞ്ച നിയമങ്ങളെപ്പറ്റി പറയുമ്പോൾ റിച്ചാർഡ് ഫെയ്ൻമാന്റെ ആ ഉപമ ഓർമ്മ വരുന്നു. പ്രപഞ്ചം ദൈവങ്ങൾ കളിക്കുന്നൊരു ചെസ് കളി പോലെയാണെന്ന്. ചെസ് കളി. നമ്മള് കളി നോക്കി നിയമങ്ങൾ പഠിക്കുന്നു, അതായത് ഭൗതികശാസ്ത്ര നിയമങ്ങൾ. ഈ ഉദാഹരണം പുസ്തകത്തിലും പറയുന്നുണ്ട്. ഉണ്ട്. എന്നിട്ട് ഗ്രന്ഥകാരൻ ഒരു പടി കൂടി മുന്നോട്ട് പോയി ചിന്തിക്കുന്നുണ്ട്. അതെന്താണ്? അതായത്, ഒന്നിൽ കൂടുതൽ ദൈവങ്ങൾ ഈ നിയമങ്ങൾ ഉണ്ടാക്കിയിരുന്നെങ്കിൽ അവ തമ്മിൽ ചിലപ്പോ പൊരുത്തക്കേടുകൾ വരില്ലേ? ശരിയാണ്. അതുകൊണ്ട് ഈ നിയമങ്ങൾക്കെല്ലാം പിന്നിൽ ഒരു പരമോന്നത ശക്തി, ഒരു സുപ്രീം ഗോഡായിരിക്കണമെന്നാണ് ഗ്രന്ഥകാരന്റെ ഒരു വാദം. ഓക്കേ. അവിടെ നിന്നാണ് പുസ്തകം അടുത്തൊരു കാര്യത്തിലേക്ക് പോകുന്നത്. അതായത്, ഇന്നത്തെ ശാസ്ത്രം പ്രധാനമായും എന്ത്, എങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പോ, അതെ, എന്തുകൊണ്ട്, അതായത് ഈ പ്രപഞ്ചത്തിനൊരു ലക്ഷ്യമുണ്ടോ, ആര്, ഇതിനു പിന്നിൽ ആരാണ്, ആർക്കു വേണ്ടി, ഇതിന്റെ ഗുണം ആർക്കാണ്, ഈ ചോദ്യങ്ങളെ ശാസ്ത്രം അത്ര ഗൗനിക്കുന്നില്ല എന്നൊരു വിമർശനം. കറക്റ്റ്. ആ ചോദ്യങ്ങൾ അവഗണിക്കുന്നത് വഴി എന്താ സംഭവിക്കുന്നതെന്നും പുസ്തകം പറയുന്നുണ്ട്. എന്താണ്? മനുഷ്യനൊരു ലക്ഷ്യബോധമില്ലാതെ വെറും ഭൗതിക സുഖങ്ങൾക്ക് പിന്നാലെ ഒരു ഭോഗതൃഷ്ണയിലേക്ക് പോകുന്നുവെന്ന്. അതൊരു പ്രധാന നിരീക്ഷണമാണല്ലോ. അതുപോലെ ഊർജം സത്യത്തിൽ എന്താണ്, അല്ലെങ്കിൽ ഈ ഗുരുത്വാകർഷണം പോലുള്ള ബലങ്ങൾ അതെങ്ങനെയാണ് ശരിക്കും പ്രവർത്തിക്കുന്നത്, ഇതൊന്നും പൂർണ്ണമായിട്ട് നമുക്ക് വിശദീകരിക്കാൻ പറ്റിയിട്ടില്ലെന്ന് ഫെയ്ൻമാനെ പോലുള്ള വലിയ ശാസ്ത്രജ്ഞർ തന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പോ ശാസ്ത്രത്തിന് അതിന്റേതായ പരിമിതികളുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നതല്ലേ? അതെ. ശാസ്ത്രത്തെ തള്ളിക്കളയല്ല, അതിന്റെ പരിമിതിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോ ഈ പരിമിതികൾക്കപ്പുറം പോവാൻ പുസ്തകം എന്തെങ്കിലും വഴി പറയുന്നുണ്ടോ? ഉണ്ട്. അവിടെയാണ് ദർശനം അല്ലെങ്കിൽ ഫിലോസഫി, പിന്നെ വേദവിജ്ഞാനം എന്നൊക്കെ പറയുന്ന പ്രസക്തമാകുന്നത്. ഇപ്പോ ന്യൂട്ടൺ ആപ്പിൾ താഴെ വീഴുന്നത് കണ്ടല്ലോ. എന്തുകൊണ്ട് താഴേക്ക് വീണു എന്ന് അദ്ദേഹം ചിന്തിച്ചത് ഒരു ഫിലോസഫിക്കൽ ചോദ്യമാണ്. ആ ചോദ്യമാണ് പിന്നീട് ഗുരുത്വാകർഷണ നിയമത്തിലേക്ക് നയിച്ചത്. ശരിയാണ്. എന്തുകൊണ്ട് എന്ന ചോദ്യം പ്രധാനം തന്നെ. പുസ്തകത്തിൽ വേറൊരു ഉദാഹരണം പറയുന്നുണ്ട്. വിപരീത ചാർജുള്ള കണികകൾ ആകർഷിക്കുന്നത്. ഓക്കെ. ആകർഷിക്കുന്നു എന്നത് നമ്മൾ കാണുന്നു, അത് ശാസ്ത്രം. എങ്ങനെ ആകർഷിക്കുന്നു? അതിന് ശാസ്ത്രം പറയുന്നത് വെർച്വൽ ഫോട്ടോൺസ് കൈമാറുന്നതുകൊണ്ടാണെന്നാണ് ഒരു തിയറി. ശരി. പക്ഷേ ഗ്രന്ഥകാരൻ ചോദിക്കുന്നത്, ഈ ഫോട്ടോണുകൾ അതെവിടുന്ന് വരുന്നു, എന്തുകൊണ്ട് വരുന്നു? ആ ചോദ്യത്തിന് ശാസ്ത്രത്തിന് ഉത്തരമില്ല. അവിടെയാണ് ഈ വേദവിജ്ഞാനം വരുന്നത് എന്നാണ് വാദം. അതായത് വേദങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള അറിവ്. ഈ ഭൗതിക പ്രവർത്തനങ്ങൾക്കെല്ലാം പിന്നിൽ ഒരു ചേതന തത്വം, ഒരു കോൺഷ്യസ് പ്രിൻസിപ്പിൾ, അതായത് ഈശ്വരൻ എന്നൊരു അടിസ്ഥാന ശക്തിയുണ്ട് എന്ന് വേദവിജ്ഞാനം പറയുന്നു. ഇനിയിപ്പോ ബിഗ് ബാങ് തിയറി, മഹാവിസ്ഫോടന സിദ്ധാന്തം, അതിനെക്കുറിച്ച് പുസ്തകത്തിൽ എന്തു പറയുന്നു? അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. ആ സ്ഫോടനം എന്തുകൊണ്ട് സംഭവിച്ചു, ആര് അത് നടത്തി, ഈ ചോദ്യങ്ങൾക്ക്
നിരീശ്വരവാദപരമായ ശാസ്ത്രത്തിന് ഉത്തരമില്ല എന്നാണ് ഗ്രന്ഥം പറയുന്നത്. അതെ. കാരണം ഒരു ഈശ്വരനുണ്ടെങ്കിൽ ഒരു ലക്ഷ്യത്തോടെ, ഒരു ബോധത്തോടെ, ഒരു പ്രത്യേക സമയത്ത് അത് ചെയ്തു എന്നൊരു വിശദീകരണം നൽകാം. പക്ഷെ ശാസ്ത്രം പറയുന്നത് ശൂന്യതയിൽ നിന്നോ മറ്റോ ഉണ്ടായിന്നല്ലേ? അതെ, ഒന്നുമില്ലായ്മയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സിംഗുലാരിറ്റിയിൽ നിന്നോ ഉണ്ടായി എന്ന്. പക്ഷെ ഗ്രന്ഥകാരൻ പറയുന്നത് അത് നമ്മുടെ അറിയുന്ന ഭൗതിക നിയമങ്ങൾക്കെതിരാണെന്നാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒന്നും ഉണ്ടാകില്ലല്ലോ. ശരിയാണ്. മാത്രമല്ല, ഈശ്വരൻ പോലും താൻ ഉണ്ടാക്കിയ നിയമങ്ങൾ ലംഘിച്ച് ഒരു സൃഷ്ടി നടത്തില്ല. അപ്പോൾ സൃഷ്ടിക്ക് മുമ്പേ എന്തെങ്കിലും ഉണ്ടായിരുന്നിരിക്കണം. ഒരു അനാദിയായ ഉപാദാന കാരണം, ഒരു പ്രൈമോഡിയൽ മാറ്റർ, അതാവശ്യമാണെന്ന് പുസ്തകം പറയുന്നു. പിന്നെ എപ്പോഴും ചലിക്കുന്ന അല്ലെങ്കിൽ ഊർജം പുറത്തുവിടുന്ന കണികകൾക്ക് അതിന് അനന്തകാലം നിലനിൽക്കാൻ പറ്റില്ല, എറ്റേണലി നിലനിൽക്കാൻ പറ്റില്ല എന്നും ഒരു വാദമുണ്ട്. ഓക്കെ. അപ്പോ നിങ്ങൾ വായിച്ച ഈ സൃഷ്ടിസഞ്ചാലക് എന്ന ഭാഗങ്ങള് നമ്മളെ വീണ്ടും ചില അടിസ്ഥാന ചോദ്യങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. തീർച്ചയായും. അതായത്, പ്രപഞ്ചത്തെ അറിയാൻ ഈ നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ മതിയോ? അതോ ഈ പ്രപഞ്ചത്തിന് പിന്നിലെ കാരണം, ലക്ഷ്യം, അതിനെ ചലിപ്പിക്കുന്ന ശക്തി, ഇതിനെക്കുറിച്ചൊക്കെ ആഴത്തിൽ അറിയേണ്ടതുണ്ടോ? അതെ, ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ചിന്ത അതാണ്. ശാസ്ത്രീയമായ കണ്ടെത്തലുകൾ അത് വളരെ പ്രധാനം. പക്ഷെ അതോടൊപ്പം തന്നെ ഈ അടിസ്ഥാനപരമായ എന്തുകൊണ്ട്, ആര് എന്ന ചോദ്യങ്ങളെയും നമ്മൾ അഭിമുഖീകരിക്കണം. രണ്ടും ചേർന്നൊരു അന്വേഷണം വേണമെന്ന്. അതെ, അപ്പോഴേ ഒരു പൂർണ്ണമായ ചിത്രം കിട്ടൂ എന്നാണ് ഗ്രന്ഥകാരൻ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ശാസ്ത്രീയമായി തെളിയിക്കാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ കാര്യമുണ്ടോ? പ്രപഞ്ചത്തിന് പിന്നിലെ ഈ എന്തുകൊണ്ട്, ആര് എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തേടേണ്ടത് അത് അത്യാവശ്യമാണോ? ഇതൊക്കെ നിങ്ങൾക്കും ആലോചിക്കാവുന്ന കാര്യങ്ങളാണ്. അതെ. അടുത്ത തവണ പുതിയൊരു വിഷയമായിട്ട് കാണാം.